ഹലോ, നമസ്കാരം. ഇന്ന് ഞായറാഴ്ചയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങിയായിരുന്നു. അപ്പം ഞായറാഴ്ച ഷോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ താമസിച്ചേ എണീക്കത്തുള്ളൂ കേട്ടോ. അപ്പോഴാണെങ്കിൽ അമ്മ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഞാൻ ഫോൺ എടുത്തിട്ട് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അനിയന് തീരെ സുഖമില്ല, അവന് ജലദോഷവും പനിയും ഒക്കെയാണ്. ശനിയാഴ്ച രാത്രി തലവേദനയായിട്ട് അവൻ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞു. അല്ലെങ്കിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാത്തവനാണ്, തീരെ സഹിയില്ലാത്തത് കൊണ്ടാണ് പോയതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഞായറാഴ്ച ഉച്ചത്തേക്ക് ഒന്നുമില്ല കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു ഒന്ന് പോയി എന്തെങ്കിലും എടുത്തുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചു. ഞായറാഴ്ച മിക്ക ദിവസങ്ങളിലും ഇവിടെ ചിക്കനോ ബീഫോ എന്തെങ്കിലുമാണ് എടുക്കുന്നത്. അപ്പം ബീഫാണെങ്കിൽ അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് പിന്നെ ചിക്കൻ എടുക്കും. ചിക്കൻ ആയാലും ഞാനും അമ്മയും ഒക്കെ കുറച്ചേ കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞു ഒന്ന് വാങ്ങിക്കൊണ്ട് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ശരി നോക്കട്ടെ എന്ന് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ പിന്നെ രാവിലെ കാപ്പിയൊന്നും എൻ്റെ വീട്ടിൽ ഞാൻ രാവിലത്തെ ആഹാരമൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ ഇങ്ങ് അമ്മയുടെ വീട്ടിൽ വന്നേ. അമ്മ പറഞ്ഞ് ഇവിടെ പൂരിയും ചിക്കനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ എന്ന് പറഞ്ഞാൽ നേരത്തെ എടുത്തതിൽ കുറച്ച് ബാക്കി ഫ്രിഡ്ജിലിരുന്നു. അപ്പോൾ രാവിലത്തേക്ക് അതായി. ചിക്കനും പൂരിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വന്ന് കഴിക്കാം, നീ ഇങ്ങ് വാ, ഇനി അവിടെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട, സമയത്തിന് പോയി എടുത്തുകൊണ്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നൊന്നും എടുത്താൽ പോരാ. അച്ഛനാണെങ്കിൽ കുറേ ദൂരം ഏകദേശം പഴയ ഇടയെന്ന് പറയും കേട്ടോ, അവിടെ പോയി തന്നെ എടുക്കണം. അവിടെ ആകുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ പിന്നെ നാടൻ കോഴിയാണ് എടുക്കുന്നത്. നാടൻ കോഴി ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ചിറകൊക്കെ പിന്നി തന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കാണും കേട്ടോ. എനിക്കും അമ്മയ്ക്കും തൊലിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മറ്റേ ഇറച്ചിയാണെങ്കിൽ അങ്ങനെ കൂടുതൽ ഇഷ്ടമില്ല കേട്ടോ. ഇറച്ചി ചിക്കൻ ആയാലും ഞാനും അമ്മയൊക്കെ കുറച്ചേ കഴിക്കത്തുള്ളൂ. കിച്ചുവും അച്ഛനും ഒക്കെയാണ് അങ്ങനെ ഏകദേശമൊക്കെ കഴിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അവിടെയാണെങ്കിൽ നല്ലവണ്ണം അവർ അതിൻ്റെ ചിറകൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ വെട്ടിത്തരും, ഇങ്ങനെയൊക്കെ വെട്ടിത്തരും എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ് എനിക്ക് സ്ഥലമൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ഇതിനു മുൻപേ ഒന്നും പോയിട്ടില്ല. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും പോണത് എൻ്റെ അനിയനും എൻ്റെ മോളും കൂടെയാണ് പോണത്. അപ്പോൾ എൻ്റെ മോൾ പറഞ്ഞ് എനിക്കറിയാം, ബാ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് ശരി പോവാമെന്ന് വിചാരിച്ച്. അങ്ങനെ അച്ഛനാണെങ്കിൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചെറിയൊരു ഫോമിൽ നിൽക്കുകയാണ്, ഇത്തിരി വാട്ടീസൊക്കെ അടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ അച്ഛനെ ഇട്ട് കളിയാക്കുവാണ്. അത് അച്ഛന് പിടിച്ചില്ല. അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും പറഞ്ഞ് അച്ഛനെ ഒന്ന് തകിടം മറിച്ചാലേ അമ്മയ്ക്ക് സമാധാനം വരത്തുള്ളൂ. അമ്മ കൈയൊക്കെ ഒടിച്ച് വെച്ചുകൊണ്ട് ഇതായിരിക്കുവാണ്. അപ്പോൾ എനിക്ക് സ്ഥലമൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ കിച്ചുവിനോട് പറഞ്ഞ് സ്ഥലം തെറ്റില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ കിച്ചു പറഞ്ഞു ഇല്ല എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പൂരിയും ചിക്കനും ഒക്കെ കഴിച്ചിട്ട് ഒരു ഡാൻസൊക്കെ കളിച്ചിട്ട് ഇതാ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞ് നോക്കി പോകണം എന്നൊക്കെ പറഞ്ഞ് അറിയാമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാം, നോക്കാം, എവിടെയെങ്കിലുമൊക്കെ പെയ്യെത്തുമായിരിക്കും എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് കിച്ചു ആണെങ്കിൽ പൂച്ച ഷോ കാണിക്കുകയാണ് കേട്ടോ. പൂച്ചയെ എടുത്ത് വെച്ചോണ്ട് കിച്ചുവിന് പൂച്ചയും പട്ടിയും ഒക്കെ പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഒന്നും വേണ്ട. അങ്ങനെ ഞാൻ വയ്ക്കാത്ത സാധനം ഞാൻ തലയിൽ വയ്ക്കുകയാണ് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണിത്. ഇത് എൻ്റെതും അല്ല, എൻ്റെ അനിയൻ്റെ ഭാര്യയുടെ ഹെൽമെറ്റാണ്. അതങ്ങനെ ഞാൻ വെച്ച് എനിക്കാണെങ്കിൽ ഇത് തലയിൽ വയ്ക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു ഭാരം പോലെ കേട്ടോ. തലയൊക്കെ വേർത്ത്, ഒന്നാമതേ എനിക്ക് സുഖമില്ലാത്തതാണ്, തലയൊക്കെ വേർക്കും, അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. ഇതിങ്ങനെ കിടന്ന് ഞാൻ വിചാരിക്കും ഇങ്ങനെ തലയിൽ ഇത് വെച്ച് കിടന്ന് ഇങ്ങനെ കറങ്ങി എടുക്കണ നേരം അങ്ങ് ഒന്നിച്ചങ്ങ് തീർന്നിരുന്നത് മതിയായിരുന്നു. തലയിരുന്നിട്ട് ബാക്കി സാധനം തല മാത്രം ഇരുന്നിട്ട് ബാക്കി സാധനം പോയിട്ട് എന്തൊരു കാര്യമല്ലേ. ഇത് വെച്ച് ബാക്കിയുള്ളവർക്ക് വെച്ചോട്ടെ, ഞാൻ അതിന് വേറൊന്നും പറയുന്നില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം. അങ്ങനെ ഞാൻ പറയാൻ പോണ കഥയെന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ ആദ്യം ഞാനും കിച്ചുവും കൂടെ പോയപ്പോഴത്തേക്കാണെങ്കിൽ വഴി തെറ്റി പഴയ കടയെന്നുള്ളത് പഴയ ഉച്ചക്കട പോയി കേട്ടോ. എന്നിട്ട് അവിടെ നിന്നിട്ട് എൻ്റെ അനിയനെ വിളിച്ച് എങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞ് നീ എവിടെ പോയി, അത് പഴയ കടയല്ല, പഴയ ഉച്ചക്കടയല്ല, പഴയ കടയാണെന്ന് പറഞ്ഞു. അങ്ങനെ തെറ്റി തിരിച്ചു വന്നു. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഒരു 10,000 ആൾക്കാരോട് ചോദിച്ചു കേട്ടോ, സ്ഥലം എവിടെയെന്ന് അറിയാമോ എന്ന്. അപ്പോൾ അവർ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഇനി ബാക്കി കോടങ്ങര പോകുന്നേ നേരെ പോയിട്ട് അടുത്ത് ഇതുപോലെ ഒരു പാലമുണ്ട്, വലിയ കുളം. നേരെ പോയിട്ട് സ്ട്രൈറ്റ് പോയി. അങ്ങനെ ചോദിച്ച് ചിക്കൻ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ ചിക്കൻ എല്ലാം തീർന്നു കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് എന്ത് പറയുമെന്നാണ് അടുത്ത പ്രശ്നം. അടുത്ത് വീട്ടിൽ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് പോകണമെന്നുള്ളത് അതും അറിയില്ല. സ്വന്തം വീട്ടിൽ പോകേണ്ട വഴി പോലും അറിയാതെ എവിടെയൊക്കെയോ കിടന്ന് കറങ്ങി എന്തൊക്കെയോ ആയി. അവസാനം നോക്ക്
പോ അവരോടെ ചോദിക്കാം ഇനി അടുത്ത്. കോടങ്കര പോകുന്ന റൂട്ട് ഏത്? കോടങ്കര കോടങ്കര അങ്ങോട്ട് പോയാൽ മതി ചേച്ചി. ഇങ്ങോട്ടാ? അങ്ങോട്ട് നേരെ എന്നിട്ട് വലത്തോട്ട് കയറി ഹൈവേ സൈഡിൽ കൂടെ തന്നെ റോഡ്. വലത്തോട്ട് കയറി ഹൈവേയുടെ സൈഡിൽ കൂടെ റോഡ്. സൈഡിൽ കൂടെ അവിടെ ചോദിച്ചാൽ മതി. അപ്പോൾ കണക്കായിട്ട് വേണം. ഇടത്തോട്ട്. അവിടെ ആയിട്ട് നിർത്തി ചോദിച്ചു. ദൈവമേ, ഞാൻ വന്ന ഒറ്റ കാലം എനിക്ക് അറിഞ്ഞുകൂടാതെ എവിടെയൊക്കെയോ. കുഞ്ഞും പോണോ? എന്താ ഇത് നോക്കിപ്പോ വലിയ ഓളം. ഇവിടെ എല്ലാം വാഴകളാണ്, വാഴക്കൃഷി. അങ്ങനെ നമ്മൾ എത്താറായി. ഇതിപ്പോ വ്ളാത്താങ്കര. ഇത് അമ്മേരെ ജനിച്ച നാട്. വലിയ ആളാത്തി. വലിയ ആളാത്. പോച്ചേ നേരെ പോ അങ്ങോട്ട്. 1 മണിയായിട്ടും ആളെ കണ്ടില്ല. ആ കോളം തന്നെ ആയിരിക്കും. കോടങ്കര പോകുന്ന റൂട്ട് ഏത്? നേരെ പോയാ ഈ റോഡ് നേരെ പോകണം. ജംഗ്ഷൻ. അങ്ങനെ ഫൈനലി വീട്ടിലെത്തി. സ്വന്തം വീട്ടിലോട്ട് വരാൻ അറിഞ്ഞുകൂടാതെ എവിടേക്കോ കിടന്ന് കറങ്ങി 10 മണിക്ക് വീട്ടിൽ നിന്ന് പോയ ഞാൻ തിരിച്ച് വന്ന് കയറിയപ്പോഴത്തേക്ക് 1 മണിയായി. ഉച്ചയ്ക്കുള്ള കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, ഒന്നും കിട്ടിയില്ല. ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് പട്ടിണിയേ എന്ന് പറഞ്ഞിതായിരിക്കുവാണ്. രാവിലത്തെ കുറച്ച് ചിക്കൻ എന്തോ ഇരിപ്പുണ്ട്. ഞാൻ ക്ഷീണിച്ച് തളർന്നൊരു പരുവായി. ഞാൻ കിച്ചുവിൻ്റെ കൂടെ പറഞ്ഞു, ഇനി അറിയാതെ, സ്ഥലം അറിയാതെ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അറിയാമെന്ന് പറഞ്ഞ് പോയിട്ട് എന്നെ അങ്ങും ഇങ്ങും ഒക്കെ ഇട്ട് ചുറ്റിച്ച് എന്നെ ആരും കൊണ്ടുപോകാത്തത് വാങ്ങി എന്നെ അവളെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.